നമ്മുടെ ലൈഫിൽ ഒത്തിരി സ്പെഷ്യലായിട്ടുള്ള ഓരോ മൊമെൻറ്റും ആഘോഷിക്കപ്പെടുന്നത് അതൊരു സന്തോഷമുള്ള കാര്യമില്ലേ? ഏപ്രിൽ 15 നമ്മുടെ വിഷുവിൻ്റെ അന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അവളുടെ ഹസ്ബൻഡ് അവൾക്ക് സർപ്രൈസായിട്ടൊരു വെള്ളിക്കുരിശ് വാങ്ങാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നാട്ടിലില്ല കേട്ടോ. അങ്ങനെ ഞാൻ കുരിശും വാങ്ങിച്ചിട്ട് വരുന്ന വരക്കുവാണേ. പിന്നീട് വരുന്ന വഴിക്ക് ഒരു കേക്ക് ഓർഡർ ആക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ കേക്ക് എടുക്കാൻ പോകുന്ന കാഴ്ചയാണ് ഇത്. ഞാൻ അങ്ങനെ ഐഷുമായിട്ടാണ് കേക്ക് എടുക്കാൻ പോയത്. മദ്രസയിൽ നിന്ന് അവളെയും വിളിച്ച് അവളുമായിട്ട് കേക്ക് എടുക്കാൻ പോയി. വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ കൊണ്ടാവുന്ന വിധം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അവൾ അറിഞ്ഞിട്ടില്ല, അവൾ അകത്തായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ മുറ്റത്ത് കേക്കൊക്കെ ഇങ്ങനെ ടേബിളിൻ്റെ പുറത്ത് വെച്ച് ആ വെള്ളിക്കുരിശൊക്കെ വെച്ച് അതൊരു സർപ്രൈസാക്കി അവൾക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ. ഇതാണ് കേട്ടോ ആ ഒരു മൊമെൻറ്റ്. എല്ലാ കൊല്ലവും ഇങ്ങനെ എന്നോട് പറഞ്ഞ് ചെയ്യിക്കുന്ന സർപ്രൈസുകൾ ഞാൻ 12 മണിയാകുമ്പോൾ തന്നെ കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ. പിറ്റേ ദിവസം ഒരു 11:30 കേക്കും കൊലുസൊക്കെ കൊണ്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ, എനിക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിൻ്റെ അടുത്ത്, എന്താ വാങ്ങിക്കാൻ പറഞ്ഞെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ അത് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. സമയമായപ്പം 11:30 ഞാൻ സംഭവം കൊണ്ട് കൊടുത്തു. അതുകൊണ്ട് തന്നെ അവൾ ഒട്ടും പ്രിപ്പയർ ചെയ്തിരിക്കുമല്ലായിരുന്നു. സമയം വൈകി സമ്മാനം കൊടുത്തതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം സർപ്രൈസോ ഗിഫ്റ്റോ ഒന്നും ഇല്ലെങ്കിൽ വിചാരിച്ചിരിക്കുമായിരുന്നേ പുള്ളിക്കാരത്തി. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സ് അല്ലേ നമ്മുടെ ലൈഫിൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്.